അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും എല്ലാ ബൂത്തുകളിൽ നിന്നുമുള്ള തത്സമയ അപ്ഡേറ്റുകൾക്കായി റിപ്പോർട്ടറൊപ്പം തുടരുക. റിപ്പോർട്ടർ ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് UDF അധികാരത്തിൽ എത്തുകയാണെങ്കിൽ, എക്സിറ്റ് പോൾ ഫലങ്ങൾ ഫലിക്കുകയാണെങ്കിൽ ആരൊക്കെയായിരിക്കും മന്ത്രിസ്ഥാനത്തേക്ക് വരിക എന്നാണ്. നോക്കൂ, മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനവും സജീവ ചർച്ചയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൽ 5 ലീഗ് മന്ത്രിമാർ ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ ജാതി സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ 5 എണ്ണം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ചർച്ച. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, PK ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ, N ഷംസുദ്ദീൻ, പാറക്കൽ അബ്ദുള്ള തുടങ്ങിയവരെയാണ് ലീഗ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. AK മഷറഫിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കും പരിഗണിക്കും. PS രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, PK കുഞ്ഞാലിക്കുട്ടി ഏതായാലും ഉറപ്പാണ്, അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വകുപ്പ് കിട്ടുമെന്നും അറിയാം. ഉപമുഖ്യമന്ത്രിയായി എത്തുമോ എന്നാണ് അറിയേണ്ടത്. മാത്രമല്ല, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കിട്ടിയ 5ാം മന്ത്രിസ്ഥാനം അത് ഇത്തവണയും ലീഗിന് അർഹതപ്പെട്ടതാണെന്നാണ് അണികൾക്കിടയിലെ സംസാരം. ഇനി നമുക്ക് അറിയേണ്ടത് അത് കിട്ടുമോ എന്നതാണ്. വിനിത, 5ാം മന്ത്രി വിവാദം UDFന് വലിയ തിരിച്ചടിയായി എന്നുള്ളൊരു വിലയിരുത്തൽ UDFനകത്ത് തന്നെയുണ്ട്. ലീഗിന് തന്നെ അത്തരമൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തവണ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അവകാശവാദങ്ങളില്ല എന്ന് ലീഗ് തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ UDF ഒരു 80 സീറ്റിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ ഒരു 20 സീറ്റെങ്കിലും ലീഗ് പിടിച്ചാൽ 4-1 സീറ്റിന് അവകാശപ്പെട്ട ലീഗിന് മന്ത്രിമാരിലും 4-1 വിഹിതം അവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 മന്ത്രിമാർക്ക് ലീഗിന് അവകാശമുണ്ട്. വേണമെങ്കിൽ ലീഗിന് 5 മന്ത്രിമാർക്കുള്ള അവകാശവാദം ഉന്നയിക്കാം. അല്ലെങ്കിൽ 4 മന്ത്രിമാർ, ഒരു മന്ത്രി അത് ഉപമുഖ്യമന്ത്രി ആവുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാനും ലീഗിന് സാധിക്കുകയും ചെയ്യും. ഏതായാലും ഉപമുഖ്യമന്ത്രി ഉണ്ടാകുമോ അതോ 5 മന്ത്രിമാരായിരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ ഒരു കടുംപിടുത്തത്തിന് ലീഗ് ഏതായാലും നിൽക്കില്ല. കോൺഗ്രസ് അത് അമീക്കബിളായി സെറ്റിൽമെന്റ് നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി ഏതായാലും മന്ത്രി പദവിയിൽ ഉണ്ടാവും. അതുപോലെ KM ഷാജിയുടെ പേര് വേങ്ങരെന്ന് ജയിച്ചാൽ അദ്ദേഹം മന്ത്രിയായിരിക്കും. PK ബഷീർ ഉറപ്പായും മലപ്പുറത്ത് നിന്ന് ഒരു മന്ത്രിയായിരിക്കും. ആബിദ് ഹുസൈൻ തങ്ങൾ അദ്ദേഹം കോട്ടക്കലിൽ നിന്ന് ജയിച്ചാൽ അദ്ദേഹം മന്ത്രിയാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. മലപ്പുറത്ത് നിന്നാണ് ഈ പേരുകൾ മുഴുവൻ വരുന്നത്. അതുകൊണ്ട് ഇതിൽ ആരെങ്കിലും വെട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇനി ഒരു മന്ത്രി കൂടി ഉണ്ടെങ്കിൽ അത് പാലക്കാട്ട് നിന്ന് N ഷംസുദ്ദീൻ ആയിരിക്കും എന്നുള്ളതാണ്. 5ാം മന്ത്രി ആരാണ്? അത് മലപ്പുറത്ത് നിന്നുള്ള ആൾ തന്നെയാണോ അതോ കോഴിക്കോടിന്, ലീഗിന്റെ ഒരു വലിയ ശക്തി കേന്ദ്രമായിട്ടുള്ള കോഴിക്കോടിന് ഒരു പരിഗണന കൊടുത്താൽ, ഇവിടുത്തെ റസാഖ് മാഷ് കുന്നമംഗലത്തിന്റെ വെച്ചാൽ ഒരു മന്ത്രിയാണ്, അദ്ദേഹം ദീർഘകാലം ജില്ലാ ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ ജില്ലാ പ്രസിഡന്റും ഒക്കെയാണ്. റസാഖ് മാഷ പേര് പരിഗണിക്കാവുന്നതാണ്. പാറക്കൽ അബ്ദുള്ളയുടെ പേരുണ്ട്. അതുപോലെ കാസർഗോഡിന് ഒരു പരിഗണന കൊടുക്കാൻ AK മഷറഫിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കും പരിഗണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ യുവാക്കളെ പരിഗണിക്കുമോ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെന്നും കാത്തിരുന്ന് കാണണം. PK ഫിറോസും നജീബ് കാന്തപുരവും ഫൈസൽ ബാബുവിനും പോലുള്ള യുവാക്കൾ ആ പേരുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ശരി, PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, PK ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ, N ഷംസുദ്ദീൻ, പാറക്കൽ അബ്ദുള്ള എന്നിവരൊക്കെയും ലീഗ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിലുണ്ട്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ എന്തായിരിക്കും ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം നമുക്ക് കാത്തിരുന്ന് കാണാം.